വോയിസ് ഓഫ് ആനവണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി പറഞ്ഞു, ആര് കക്ഷം പൊക്കി ചൊറിഞ്ഞാലും അവിടെ നിർത്തണം. KSRTCയുടെ വരുമാനം യാത്രക്കാരനാണ്, അതിൽ തർക്കമില്ല. KSRTCയുടെ വരുമാനം യാത്രക്കാർ തന്നെ. പക്ഷേ കക്ഷം പൊക്കി ചൊറിയാൻ നിൽക്കുമ്പോൾ, ആ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അപകടമുണ്ടായാൽ മന്ത്രി ആ ലൈസൻസ് വാങ്ങിത്തരുമോ? കോർപ്പറേഷൻ ലൈസൻസ് വാങ്ങിത്തരുമോ? മന്ത്രി ഉത്തരവിടുന്നത് നല്ലത് തന്നെ, പക്ഷെ അത് ഗവൺമെൻറ് ഓർഡറായി ഇറക്കിയാൽ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ജീവനക്കാരൻ അനുഭവിക്കാൻ തയ്യാറല്ല, അനുസരിക്കാനും തയ്യാറല്ല. കാരണം ഒരു മോട്ടോർ വാഹനം ഓടുമ്പോൾ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമം അനുസരിച്ച് വണ്ടി നിർത്തേണ്ട സ്ഥലം, യാത്രക്കാരന് ഇറക്കേണ്ട സ്ഥലം, കയറ്റേണ്ട സ്ഥലം, നിർത്താൻ പാടില്ലാത്ത സ്ഥലം, നിർത്തേണ്ട സ്ഥലം, ഇതെല്ലാം നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാൾ ലൈസൻസ് എടുക്കുമ്പോൾ കൃത്യമായും ഈ വിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രമാണ് അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. നിലവിൽ ഇവിടെ KSRTC പറയുന്നു, ആരെങ്കിലും കക്ഷം ചൊറിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണം. പ്രിയപ്പെട്ട മന്ത്രി, താങ്കൾക്കറിയില്ലേ സെൻട്രൽ ഗവൺമെൻറ് മോട്ടോർ വെഹിക്കിൾ വാഹന നിയമം പരിഷ്കരിച്ചത്? അതിന് പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഡ്രൈവറാണ്. 6 മാസം ജയിൽവാസം, അല്ലെങ്കിൽ അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒടിവോ ചതവോ ഉണ്ടെങ്കിൽ 1 മാസം കുറഞ്ഞ പക്ഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ. ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലത്ത് മറ്റൊരു ജോലി കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ട് കോർപ്പറേഷൻ പറഞ്ഞത്, ഡ്രൈവർക്ക് ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ തരാൻ ജോലിയില്ല, ഡ്യൂട്ടി ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ള മറ്റ് ഇതര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് കൃത്യമായ ജോലി ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ നിയമം അനുശാസിക്കുന്നുണ്ട്. കാരണം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ടാണെങ്കിലും തൻ്റെ കുറ്റം കൊണ്ടാണെങ്കിലും ആ വിഷയം തീർച്ചയായിട്ടും കോർപ്പറേഷന് വേണ്ടി ജോലി ചെയ്ത ആൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി ജോലി ചെയ്ത ആളെന്ന നിലയിൽ അയാളെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷന് ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. കാരണം ഒരു മജിസ്ട്രേറ്റ് ഒരു കേസ് നടത്തുന്നു. ആ കേസിൽ വിധി പറയുമ്പോൾ ആ മജിസ്ട്രേറ്റിന് തെറ്റിയെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിലേക്ക് പോകുമ്പോൾ ആ മജിസ്ട്രേറ്റിന് പറ്റി ആ വിധി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് അവിടെ കട്ട് ചെയ്യുന്നു. ആ വിധി തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയും ആ വിധി മരവിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിധി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച മജിസ്ട്രേറ്റിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? അപ്പോൾ നിയമം തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ, കൂട്ടത്തിലുള്ള ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ ആ ആളിനെ തിരുത്തുക എന്നുള്ളതാണ് കടമ. കോർപ്പറേഷനിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരാൾ വാഹനം ഓടിച്ച് വരുമ്പോൾ ഒരപകടം ഉണ്ടാകുന്നു, മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി, ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഒരു ചെറിയ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ, ഒരു മാനദണ്ഡവുമില്ലാത്ത ആളുകളെ വെച്ചിട്ട് നിങ്ങൾ എൻക്വയറി നടത്തുന്നു. എൻക്വയറി ഓഫീസർ, ഡ്രൈവറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടറെ വെച്ചിട്ട് നിങ്ങൾ എൻക്വയറി നടത്തുന്നു. ഒരു ടെക്നിക്കലി ക്വാളിഫൈഡും ഇല്ലാത്ത ആളുകളെ വെച്ച്, ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ വെച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സർവീസ് റൂളും ചട്ടവും അപ്പീലും ഒന്നും കോർപ്പറേഷന് ബാധകമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. ആയതുകൊണ്ട് തന്നെ തീർച്ചയായും താങ്കൾ പുറപ്പെടുവിച്ച ഈ നിർദ്ദേശം ഇന്ന് കേരള സമൂഹത്തിൽ മുഴുവനും ചർച്ച ചെയ്യപ്പെടുകയാണ്. സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ സർവീസ് യാത്ര ചെയ്യുന്ന ഒരാൾ പല ആവർത്തി ഈ പറയപ്പെടുന്ന കക്ഷം ചൊറിയുന്നിടത്തെല്ലാം നിർത്തിക്കൊണ്ടിരുന്നാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടി എത്ര ദിവസം കൊണ്ട് സർവീസ് അവസാനിപ്പിക്കും? യാത്രക്കാരെ വണ്ടിയിലിരുത്തി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ കയറി മുഷിപ്പിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് പോകണം, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേറെ കാട്ടിക്കൂടെയൊക്കെ കയറി അങ്ങനെയൊന്നും ഇനി ഒരു ബസ്, എല്ലാ ബസ്സുകളും എല്ലാ സ്റ്റാൻഡിലും കയറണം നിർബന്ധം പിടിക്കണ്ട. ഒരു ബസ് കയറിയാൽ അടുത്ത ബസ് കയറേണ്ട കാര്യമില്ല. ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി ഞങ്ങളും ചിന്തിക്കണം. താങ്കൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? താങ്കൾ ഒരിക്കലെങ്കിലും ഈ വണ്ടിയിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ജോലി ചെയ്ത് നോക്കണം സാർ, അപ്പോഴേ അതിന് ബുദ്ധിമുട്ട് താങ്കൾക്ക് മനസ്സിലാവും. അല്ലാതെ മന്ത്രിമന്ദിരത്തിലിരുന്നും AC വാഹനങ്ങളിലിരുന്നും യാത്ര ചെയ്യുമ്പോൾ താങ്കളൊരു യാത്രക്കാരൻ മാത്രമാണ്. യാത്ര ചെയ്യുമ്പോൾ താങ്കളുടെ ഡ്രൈവർ അനുഭവിക്കുന്ന ടെൻഷനൊന്നും താങ്കൾ കാണുന്നതേയില്ല. അല്ലെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്ന
ആളുകൾ ഈ വിഷയം കാണുന്നതേയില്ല. അനുഭവിക്കുന്ന മുഴുവനും ഡ്രൈവറാണ്. ഇപ്പോൾ ഈ കസേര വല്ല സുഖത്തിലൊക്കെ ഇട്ടേക്കുക, ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. തുടർച്ചയായി 4 മണിക്കൂർ ശേഷം നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഡ്രൈവർക്ക് കൃത്യമായും വിശ്രമം അനുവദിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിലെല്ലാം ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവൻ്റെ കാർഡ് ഇട്ടതിന് ശേഷം കാർഡ് റീഡ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അതിന് മുമ്പേ ബെല്ലടിക്കും. അതിന് മുമ്പേ സുരക്ഷിതമായ സ്ഥാനത്ത് വണ്ടി നിർത്തണം. അത് കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് അവന് വണ്ടി ഓടിക്കാൻ പറ്റൂ. പക്ഷേ ഇന്ത്യ പോലെ ഇത്രയും 100, 140, 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് യാതൊരു നിയമവും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ KSRTCയിൽ ബെല്ലും ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും ഇരിക്കുന്ന ഒരു സീറ്റ് പോലും ഇല്ലാത്ത വണ്ടിയിട്ട് നിങ്ങൾ സർവീസ് നടത്തിയിട്ട് പറയുന്നു തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ നിർത്തുക, അല്ലെങ്കിൽ യാത്രക്കാരൻ കൈ കാണിച്ചാൽ നിർത്തുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നതിൻ്റെ വിരോധാഭാസം മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ വണ്ടികളെല്ലാം ഓർഡിനറി സർവീസായിട്ട് ഓടിക്കണം സാർ, അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. KSRTC സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കാസർഗോഡ് കയറുന്നവൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇനി കൂടാതെ പല ഡിപ്പോകളിലും പല വണ്ടികളും ഈ റിസർവേഷൻ ചെയ്യുന്ന യാത്രക്കാരൻ പലപ്പോഴും വരാൻ താമസിക്കുന്ന പോലും ഇരിക്കുന്ന 10-50 യാത്രക്കാർ ഈ ഒരു യാത്രക്കാരന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികേടാണുള്ളത്. നിലവിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയുമോ? ഇന്ത്യൻ റെയിൽവേ കാത്തിരിക്കുന്നുണ്ടോ യാത്രക്കാരനെ? ഇന്ത്യൻ എയർലൈൻസ് കാത്തിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിമാനക്കാരൻ കമ്പനി ഒരു യാത്രക്കാരൻ വരാൻ കാത്തിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഭരണവും രീതികളൊന്നും ശരിയല്ല സാർ. അങ്ങനെയല്ല. യാത്രക്കാരൻ കാത്തു നിൽക്കണം. എങ്കിൽ മാത്രമേ വണ്ടി സമയത്ത് പോകാൻ പറ്റൂ. സ്റ്റോപ്പിൽ നിർത്താനും സ്റ്റോപ്പിൽ ഇറക്കാനും യാത്രക്കാരെ പഠിപ്പിച്ചാൽ വീണ്ടും ആവർത്തിക്കുന്നു, പഠിപ്പിച്ചാൽ കൃത്യമായും അവർ യാത്രക്കാർ സ്റ്റോപ്പിൽ വന്ന് നിൽക്കും, കയറും, ഇറങ്ങും. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല സാർ വാഹന സർവീസ് ഉള്ളത്. ബോംബെ പോലുള്ള സിറ്റികളിൽ താങ്കളൊന്ന് പോയി നോക്കണം. സിറ്റി ബസ് സ്റ്റോപ്പിൽ ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും അവർ ആളിനെ കയറ്റാറുമില്ല, ഇറക്കാറുമില്ല. ഇനി അഥവാ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു യാത്രക്കാരൻ ഇറങ്ങുന്നു, ഈ യാത്രക്കാരന് വേറെ ഏതെങ്കിലും ഒരു ബൈക്കുകാരനോ കാറുകാരനോ ഇടത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇടിച്ച് ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരാണ് സാർ സമാധാനം പറയുക? താങ്കൾ വരുമോ? ചീഫ് ഓഫീസിലുള്ള ഏതെങ്കിലും ഓഫീസർ വരുമോ? ഇവൻ കേസ് പറയണം, ഇവൻ ജയിലിൽ കിടക്കണം. അപ്പോൾ KSRTCയിൽ ബാക്കി എല്ലാ വിഭാഗം ജീവനക്കാരും കൃത്യമായും അവൻ്റെ വീട്ടിൽ പോയി ഉറങ്ങുമ്പോൾ KSRTCയിലെ ഡ്രൈവർ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ കടത്തിണ്ണയിലോ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിലോ നിറങ്ങി ജീവിക്കേണ്ട ഗതികേടാണുള്ളത്. നിലവിൽ ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ. അതുകൊണ്ട് താങ്കൾ ഈ പുറപ്പെടുവിച്ച ഉത്തരവ് അല്ലെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ ആ നിയമം അത് പിൻവലിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറക്കണം. ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഗവൺമെൻറ് ഓർഡർ ബാധിക്കാൻ ബാധ്യത ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? കോടതി വ്യവഹാരങ്ങൾക്ക് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ബോധപൂർവം അത് മറച്ചു വയ്ക്കുകയും ജീവനക്കാരൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണ്. ഇത് അംഗീകരിക്കാനാവില്ല. Thank you.